ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. പതിവ് പോലെ ഈ സ്വാതന്ത്ര്യദിനവും മഹീന്ദ്രയ്ക്ക് പുതിയ വാഹന പ്രഖ്യാപനങ്ങളുടെ ദിനമാകും. പുതിയ SUV ഉൾപ്പെടെയുള്ള മോഡലുകൾ ഓഗസ്റ്റ് 15-ന് അരങ്ങേറ്റം കുറിക്കുമെന്നാണ് സൂചന. സ്വാതന്ത്ര്യദിനത്തെ വാഹന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപന വേദിയാക്കി മാറ്റിയ കമ്പനിയാണ് മഹീന്ദ്ര. എല്ലാ വർഷവും ഓഗസ്റ്റ് 15-ന് പുതിയ മോഡലുകളോ ഭാവി സാങ്കേതിക വിദ്യകളോ അവതരിപ്പിക്കുന്ന പതിവ് ഇത്തവണയും തുടരുമെന്നാണ് സൂചന. 2026 സ്വാതന്ത്ര്യദിനത്തിലും പുതിയ SUVകളും ഇലക്ട്രിക് വാഹനങ്ങളും അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് കമ്പനി. എന്നാൽ ഏതു മോഡലാണ് അരങ്ങേറ്റം കുറിക്കുക എന്ന കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. നിലവിൽ മഹീന്ദ്രയുടെ നിരവധി വാഹനങ്ങൾ ഇന്ത്യൻ നിരത്തുകളിൽ പരീക്ഷണ ഓട്ടം നടത്തുന്നുണ്ട്. ഇതിൽ പെട്രോൾ, ഡീസൽ, ഇലക്ട്രിക് മോഡലുകൾക്കും നിലവിലെ ജനപ്രിയ SUVകളുടെ ഫേസ്ലിഫ്റ്റ് പതിപ്പുകൾക്കും ഇടമുണ്ട്. അടുത്തിടെ പരീക്ഷണ ഓട്ടത്തിനിടെ ശ്രദ്ധേയമായ സ്കോർപിയോ എൻ ഫേസ്ലിഫ്റ്റ് വിഷൻ S, BE07 ഇലക്ട്രിക് SUV എന്നിവയാണ് സ്വാതന്ത്ര്യദിന പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ചർച്ചയാകുന്ന മോഡലുകൾ. ഇവയിൽ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് സ്കോർപിയോ എൻ ഫേസ്ലിഫ്റ്റിനാണ്. 2022-ൽ പുറത്തിറക്കിയ ഈ SUVക്ക് ഇതുവരെ ചെറിയ അപ്ഡേറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. പുതിയ പതിപ്പിൽ പുതുക്കിയ ഫ്രണ്ട് ഗ്രിൽ, റീഡിസൈൻ ചെയ്ത ബമ്പർ, പുതിയ ഹെഡ്ലാമ്പുകൾ, പുതിയ ആലോയ് വീലുകൾ എന്നിവ ഉൾപ്പെടുന്ന ഡിസൈൻ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നു. കൂടാതെ 10.25 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, പനോരാമിക് സൺറൂഫ്, വെന്റിലേറ്റഡ് സീറ്റുകൾ, കൂടുതൽ ADAS സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയും ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. എഞ്ചിൻ ഓപ്ഷനുകളിൽ മാറ്റമുണ്ടാകില്ലെന്നാണ് റിപ്പോർട്ട്. 2 ലിറ്റർ ടർബോ പെട്രോൾ, 2.2 ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിനുകൾ മാനുവൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകളോടൊപ്പം തുടരുമെന്നാണ് സൂചന. അതേസമയം BE07 ഇലക്ട്രിക് SUVയുടെ ഉൽപ്പാദന പതിപ്പോ അതിനോടടുത്ത മോഡലോ സ്വാതന്ത്ര്യദിന വേദിയിൽ അവതരിപ്പിക്കാനും സാധ്യതയുണ്ട്. വിഷൻ S മോഡൽ പ്രദർശിപ്പിച്ചേക്കാമെങ്കിലും വിപണിയിലെത്താൻ ഇനിയും സമയം വേണ്ടിവരുമെന്നാണ് വിലയിരുത്തൽ. പതിവ് പോലെ സ്വാതന്ത്ര്യദിനത്തിനു മുമ്പ് പുറത്തിറങ്ങുന്ന ടീസറുകളിലൂടെയായിരിക്കും മഹീന്ദ്ര ഇത്തവണത്തെ പ്രഖ്യാപനങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ സൂചന നൽകുക. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഓപ്പോയുടെ പുതിയ സ്മാർട്ട് ഫോണായ ഓപ്പോ K15 ഈ മാസം 24-ന് അവതരിപ്പിക്കും. വമ്പൻ ബാറ്ററിയും അതിവേഗ ചാർജിംഗും ഉൾപ്പെടെ ശ്രദ്ധേയ സവിശേഷതകളുമായാണ് ഫോൺ വിപണിയിലെത്തുന്നത്. സ്മാർട്ട് ഫോൺ വിപണിയിൽ പുതിയ ചലനമുണ്ടാക്കാൻ ഒപ്പോ K15 എത്തുന്നു. ജൂലൈ 24-ന് ചൈനയിൽ അവതരിപ്പിക്കാനിരിക്കുന്ന ഈ സ്മാർട്ട് ഫോണിന്റെ പ്രധാന സവിശേഷതകൾ, ഡിസൈൻ, സ്റ്റോറേജ് ഓപ്ഷനുകൾ എന്നിവ കമ്പനി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. K15 Pro, K15 Pro Plus മോഡലുകൾക്ക് പിന്നാലെയാണ് പുതിയ K15 അവതരിപ്പിക്കുന്നത്. ഓപ്പോ K15-ൽ 6.59 ഇഞ്ച് OLED ഡിസ്പ്ലേയും മീഡിയാടെക് പ്രോസസ്സറുമാണ് ഉപയോഗിക്കുന്നത്. ഉയർന്ന പ്രകടനത്തിനായി വലിയ വേപ്പർ ചേംബർ കൂളിംഗ് സംവിധാനവും നൽകിയിട്ടുണ്ട്. ഗെയിമിംഗ് ഉൾപ്പെടെയുള്ള ഹെവി ഉപയോഗത്തിനിടയിലും ഫോൺ അമിതമായി ചൂടാകുന്നത് കുറയ്ക്കാൻ ഈ സംവിധാനം സഹായിക്കും. ഫോണിന്റെ പ്രധാന ആകർഷണം 8000 mAh ശേഷിയുള്ള ബാറ്ററിയാണ്. ഇതിനു പുറമെ 80 വാട്ട് വയേർഡ് ഫാസ്റ്റ് ചാർജിംഗ്, ബൈപാസ് ചാർജിംഗ്, പുതിയ ഗ്ലേഷ്യർ ബാറ്ററി സാങ്കേതികവിദ്യ എന്നിവയും ഫോണിൽ ലഭിക്കും. പിന്നിൽ ഡ്യുവൽ ക്യാമറ സംവിധാനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിറങ്ങളും സ്റ്റോറേജ് വകഭേദങ്ങളും കമ്പനി ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ വില സംബന്ധിച്ച വിവരങ്ങൾ ലോഞ്ച് ചടങ്ങിലാണ് പുറത്തുവിടുക. ആഗോള വിപണിയിലും ഇന്ത്യയിലും ഫോൺ എത്തുമോ എന്ന കാര്യത്തിൽ ഓപ്പോ ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടില്ല. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ലോകമെമ്പാടുമുള്ള ഫേസ്ബുക്ക് ഉപയോക്താക്കളെ ബാധിച്ച് മെറ്റയുടെ സേവനങ്ങളിൽ വ്യാപക സാങ്കേതിക തകരാർ റിപ്പോർട്ട് ചെയ്തു. ലോഗിൻ ചെയ്യാനും ന്യൂസ് ഫീഡ് റിഫ്രഷ് ചെയ്യാനും പോസ്റ്റുകൾ അപ്ലോഡ് ചെയ്യാനുമുള്ള ബുദ്ധിമുട്ടുകൾ നിരവധി രാജ്യങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മെറ്റയുടെ സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമായ ഫേസ്ബുക്ക് ഞായറാഴ്ച ആഗോളതലത്തിൽ സാങ്കേതിക തകരാറിലായി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഉപയോക്താക്കൾക്ക് അക്കൗണ്ടുകളിൽ ലോഗിൻ ചെയ്യാൻ കഴിയാത്തതും ന്യൂസ് ഫീഡ് റിഫ്രഷ് ചെയ്യാൻ സാധിക്കാത്തതും ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ചില ഉപയോക്താക്കൾക്ക് അക്കൗണ്ട് ഈസ് കറന്റ്ലി അൺഅവൈലബിൾ ഡ്യൂ ടു എ സൈറ്റ് ഇഷ്യൂ എന്ന സന്ദേശവും ലഭിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഔട്ടേജ് ട്രാക്കിംഗ് പ്ലാറ്റ്ഫോമായ ഡൗൺ ഡിറ്റക്ടറിൽ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആയിരക്കണക്കിന് പരാതികളാണ് രേഖപ്പെടുത്തിയത്. ഫേസ്ബുക്കിനൊപ്പം മെസഞ്ചറിലും ഇൻസ്റ്റഗ്രാമിലും ചില ഉപയോക്താക്കൾ പ്രശ്നങ്ങൾ നേരിട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഡെസ്ക്ടോപ്പ് പതിപ്പിലാണ് കൂടുതൽ പേർക്ക് തടസ്സം അനുഭവപ്പെട്ടതെന്നും ചിലർക്കെങ്കിലും മൊബൈൽ ആപ്പിലൂടെ ഭാഗികമായി സേവനം ലഭ്യമായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ എന്നിവയുൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നാണ് തകരാർ സംബന്ധിച്ച പരാതികൾ ഉയർന്നത്. സിംഗപ്പൂർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും സേവന തടസ്സം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിരവധി ഉപയോക്താക്കൾക്ക് ഫോട്ടോകളും വീഡിയോകളും അപ്ലോഡ് ചെയ്യാനോ
സന്ദേശങ്ങൾ അയക്കാനോ കഴിയാത്ത സാഹചര്യമുണ്ടായി. സംഭവത്തിനു പിന്നാലെ മെറ്റ ഇതിന്റെ കാരണം സംബന്ധിച്ച് ഉടൻ ഔദ്യോഗിക വിശദീകരണം നൽകിയിരുന്നില്ല. സാങ്കേതിക പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും സേവനങ്ങൾ ക്രമേണ സാധാരണ നിലയിലേക്ക് മടങ്ങിവരുന്നതായും പിന്നീട് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.